നമുക്ക് അപ്പോൾ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുമേ. പിന്നെ നമ്മൾ ഈ GIB ഒക്കെ എഴുതാൻ തുടങ്ങിയ ശേഷമാണ് ആ ഒരു നമുക്ക് ഫുള്ള് ക്ലിയർ ആവാത്ത ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് അങ്ങനെ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കിട്ടിയത്. സമയം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് ടൈം മാനേജ്മെന്റ് ഒന്നും തീരില്ലേ അപ്പോൾ അതിങ്ങനെ ശരിയാക്കി കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് മിസ് സമയം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കുത്തുമ്പോൾ മാറി കുത്തും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ മിസ് പറഞ്ഞു നോക്ക് വന്നിട്ട് റിസൾട്ട് പറഞ്ഞു. അപ്പോഴൊന്നും റിസൾട്ടാണ് നമുക്കറിയില്ല, ജസ്റ്റ് സ്കോർ കാർഡ് ഒന്നും വന്നത് അറിയില്ലല്ലോ. പിന്നെ ഒന്നാമത്തെ റിസൾട്ട്. അപ്പോൾ പിന്നെ ആകെ അത്രയും മാർക്ക് അൽഹംദുലില്ലാ. ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ നജിദ എന്ന് എൻ്റെ കൂടെയുണ്ട്. നജിദ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ട സമയത്ത്, അവസാനം കണ്ട സമയത്ത് ക്ലാസ്സിലുള്ള പോലെ അല്ല ഇന്നിവിടെ ഇരിക്കുന്നത്. വളരെ സന്തോഷവതിയാണ്. കാരണം നജിദ ഈ ഒരു റിപ്പീറ്റർ കോഴ്സിൽ ഏറ്റവും നല്ല ഒരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നജിദയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നജിദയോടൊപ്പം നജിദയുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. സോ നജിദ, ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് നജിദ ക്ലാസ് റൂമിൽ DPPയും NCERTയുമായിട്ട് മല്ലിടുകയാണ്. പക്ഷെ ഇന്ന് ഈ സമയത്ത് ഇപ്പം എന്താണ് നജിദയുടെ ഫീലിംഗ്, എന്താണ്, എങ്ങനെ തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് നേടാൻ പറ്റിയെന്ന് തോന്നലുണ്ടല്ലോ, അപ്പോൾ അതിന് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കൊല്ലം ഇരുന്ന് പഠിച്ചതിന് വേണ്ടിയിട്ട് അടുത്ത കൊല്ലം നമ്മളിങ്ങനെ ആവും നമ്മൾ സ്വപ്നം കണ്ടിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇക്കൊല്ലം അത് നേടാൻ പറ്റിയെന്നുള്ളതിന് ഭയങ്കര സന്തോഷമുണ്ട്. ആ കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടിയതിന്റെ സന്തോഷം അല്ലേ? ഓക്കെ. അപ്പം ഇപ്പം നോർമലി നമ്മൾ പറഞ്ഞു, ഇപ്പം കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു നജിദ തുടക്കത്തിൽ എന്നോട് വന്നപ്പം തന്നെ പറഞ്ഞു ആ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്ത്. കാരണം ഇന്നിപ്പം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്തും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ക്ലാസ്സിലുണ്ട്. നജിദയുടെ ഈ സ്വപ്നം പോലെ തന്നെ, നജിദ ഇപ്പോൾ സ്വപ്നം കാണുന്ന പോലെ ഒരുപാട് പേര് ഡോക്ടർ ആവണം എന്നുള്ള ആ ഒരു 100% ആ ഒരു പാഷനുമായിട്ട് ഇവിടെ വന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് നജിദ ഫോളോ ചെയ്തത്, എന്തൊക്കെയാണ് നജിദ ചെയ്തത് എന്നൊന്ന് പറഞ്ഞു കൊടുത്താലോ? മെയിനായിട്ട് DPP തന്നെ കുറെ റിവൈസ് ചെയ്യുക. പിന്നെ DPPയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ഒന്നിലധികം തവണ അനുസാർ പറയുന്ന പോലെ ഒന്നിലധികം തവണ അത് വീണ്ടും ചെയ്യും. പിന്നെ നമുക്ക് DTSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, അതന്നെ പിന്നെ ഓക്കെ. നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും അത് പറയാറുണ്ട്. കാരണം ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഇരുന്നിട്ട് അവർ അത്രയും എഫേർട്ട് എടുത്തുണ്ടാക്കിയ പേപ്പേഴ്സ് ആണ്. അത് റിവിഷൻ സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഓക്കെ. പിന്നെ NCERT, മെയിനായിട്ട് NCERT ബയോളജി എന്തായാലും NCERT തന്നെയാണ് നമ്മളെല്ലാം എപ്പോഴും പറയാറുണ്ട്. ഓക്കെ. അപ്പം NCERTയും DPPയും തന്നെയാണ്. പിന്നെ മെറ്റീരിയൽസ് നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്, എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഓക്കെ, റൈറ്റ്. പിന്നെ ഇനിയിപ്പം അടുത്തൊരു കേസിൽ വരുന്ന സമയത്ത് നമ്മുടെ LMRP അല്ലേ, ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ടീച്ചേഴ്സും ക്ലാസ്സിൽ വന്നാൽ പറയുന്ന കാര്യമാണ് നീറ്റ് കിട്ടാൻ വേണ്ട പരിപാടി എന്താണ്, റിവിഷനാന്ന് പറയും അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ പ്രോഗ്രാം എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലേ, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ അഥവാ LMRP. ഓക്കെ, എന്തായിരുന്നു LMRP, എങ്ങനെ അത് എഫക്റ്റീവ് ആയിരുന്നു, എന്തായിരുന്നു? LMRPയിലെ ക്വസ്റ്റ്യൻ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് അല്ല, ഓരോ വിഷയത്തിൽ 50 ക്വസ്റ്റ്യൻ. നജിദ സ്പീഡ് ബാച്ചിലായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ നല്ല ടഫ് എക്സാമിന് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ചെയ്യാൻ കിട്ടൂല, നമുക്ക് ആ ഒരു 3 മണിക്കൂറിൽ ചെയ്ത് തീർക്കണ്ടേ. പക്ഷെ അപ്പം നമുക്ക് കഴിയൂല. പിന്നെ സാറുമാർ വന്ന് ആ ക്വസ്റ്റ്യന് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിന്റെ ഫുൾ, അതായത് നമ്മൾ ഓൾറെഡി എക്സാം എഴുതിയതിനു ശേഷം അതേ ക്വസ്റ്റ്യൻസ് വീണ്ടും 50 ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. നജിദ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടീച്ചേഴ്സ് ഒരു ടീമായിട്ട് ഇരുന്നിട്ട് NCERT ലൈൻ ടു ലൈൻ അവർ തന്നെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോർമലി വേറെ പുസ്തകങ്ങളിലെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അപ്പം ആദ്യമായിട്ടൊരു പുതിയ ക്വസ്റ്റ്യൻ കണ്ട ഒരു ഫീല്. അതിലെ ഡൗട്ടുകൾ നോർമലി എന്താ ചെയ്യാറ്? ഡൗട്ടുകൾ അപ്പൊ ഒന്നെങ്കിൽ ക്ലാസ് സാറിനോട് ചോദിക്കും, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗിന് ഹോസ്റ്റലിലെ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് ക്ലിയർ ചെയ്യും. ഓക്കെ. നമുക്ക് അപ്പോൾ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടൂല. പിന്നെ നമ്മൾ ഈ GIB ഒക്കെ എഴുതാൻ തുടങ്ങിയ ശേഷമാണ് ആ ഒരു നമുക്ക് ഫുള്ള് ക്ലിയർ ആവാത്ത ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് അങ്ങനെ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു GIBയും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. ഏകദേശം ഒരു 6-7 GIB എന്തായാലും എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഈ ഫസ്റ്റ് GIBയിൽ കിട്ടിയ ആ ഒരു സ്കോർ തന്നെയാണോ പിന്നീട് പോകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്? ആദ്യത്തെ നല്ല കുറച്ച് പാഠങ്ങൾ ആയതുകൊണ്ട് നല്ല മാർക്ക് കിട്ടി. പിന്നെ ഇങ്ങനെ കൂടി ചെറുതായിട്ട് താവാനും അല്ലേ, പിന്നെ കൂടും ഉയരാനും ഒക്കെ തുടങ്ങി. ഓക്കെ, റെഡി. പക്ഷെ ഇന്നിപ്പം എന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നജിദയുടെ സ്കോർ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ MBBS ഈ വർഷം ജോയിൻ ചെയ്യാൻ ഒരു കുട്ടിക്ക് വേണ്ട സ്കോറാണുള്ളത്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു
ഗ്രോത്ത് ശരിക്കും അനലൈസ് ചെയ്യാറുണ്ട്? റിസൾട്ടിൽ വരുന്ന മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് നജിത അനലൈസ് ചെയ്യാറുണ്ടോ? മെയിൻ ആയിട്ട് നമ്മള് മാറി കുത്തും. നമ്മള് ടെൻഷൻ ആവുമ്പോ പെട്ടെന്ന് ആകെ ആ DTS 30 മിനിറ്റ് അല്ലേ, അപ്പൊ അതിനുള്ള കൊടുക്കണം സമയം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അത് ടൈം മാനേജ്മെന്റ് ഒന്നും തീരില്ല. അപ്പൊ അതിങ്ങനെ ശരിയാക്കി കൊണ്ടുവരുമ്പോ പെട്ടെന്ന് മിസ് സമയം കഴിഞ്ഞ് വരുമ്പോഴത്തേന് കുത്തുമ്പോ മാറി കുത്തും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ സമയത്തിൽ മാറിപ്പോകും ബബിൾ ചെയ്യുന്നത്. ഓക്കെ, റെഡി. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി മാറ്റം വരുത്താൻ നമ്മുടെ മോക്ക് സീരീസ് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 15ഓളം മോക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലെ? 16 മോക്ക് എഴുതിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോക്ക് സീരീസ് എഴുതുമ്പോൾ? മോക്ക് സീരീസ് സാധാ നമ്മൾ നീറ്റ് ആ ഫീൽഡിൽ വെച്ച് എഴുതിയ അതേപോലെ, അതായത് ഒരു 16ാമത്തെ 17ാമത്തെ മോക്കായിട്ടാണ് മെജോറിറ്റി ആളുകൾക്ക് നീറ്റ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നീറ്റ് ഓതിയപ്പോ ആദ്യമായിട്ട് ഓതാൻ പോവല്ലേ, അപ്പൊ ആ ഒരു ടെൻഷൻ ആദ്യത്തെ ഒരു 5 മിനിറ്റ്, പിന്നെ സൈലത്തിലെ എക്സാം ഓതാൻ അതേപോലെ, അപ്പൊ ഒരു ടെൻഷൻ ഒന്നുമില്ല. അതായത് അപ്പൊ മോക്ക് സീരീസ് ശരിക്കും ഹെൽപ്ഫുൾ ആയി അല്ലെ? ഓക്കെ, പിന്നെ നോക്കടാ, ഇപ്പൊ ഉറപ്പായിട്ടും നമ്മൾ പറയുന്നു ഒരു ചില സമയത്തെങ്കിലും ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, ഇപ്പൊ എത്ര ടെൻഷൻ അടിക്കരുതെന്നും സ്ട്രെസ് ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഒരു വർഷം അല്ലെ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ പല കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്തായാലും ചെറിയൊരു തോട്ട് ഉണ്ടാവും, അഥവാ എനിക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ 100% അങ്ങനെ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാലും ഈ ഒരു ജേർണിയിൽ എങ്ങനെയായിരുന്നു? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ബാക്കോട്ടുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു? ആ സമയത്തുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചുറ്റുപാടുള്ള കുട്ടികളെ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് പോയിക്കണേ. അതിന് മെന്റേഴ്സും പാരന്റ്സും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മള് തിരിച്ച് എനിക്ക് കിട്ടും, ഈ നോക്കിക്കൊണ്ട് ഈ റിസൾട്ട് വരുമ്പോ നമുക്ക് വിളിക്കും എന്നൊക്കെ പറഞ്ഞ എല്ലാ തരത്തിലും അവർ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത്, നീറ്റിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഫസ്റ്റ് അതാരോടോ പറഞ്ഞത് മാർക്ക് നോക്കിയിരുന്നു ആദ്യം അല്ലെ? മാർക്ക് ഷീറ്റ് ഒഫീഷ്യൽ വരുന്നതിന് വേണ്ടി നോക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സൈലത്തിന്റെ ഒക്കെ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ NTA പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം ഒരു കീ കൊടുത്തിരുന്നു. അത് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു NTA കീ. ഇപ്പൊ ലാസ്റ്റ് ടൈമിലാണ് ചെറിയൊരു കറക്ഷൻ NTA വരുത്തിയത് അല്ലെ? ഫിസിക്സിലൊരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഉപ്പയോടും ഉമ്മയോടൊക്കെ അല്ലെങ്കിൽ ബ്രദറിനോടൊക്കെ റിസൾട്ട് പറഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെ ഫസ്റ്റ് ഫീലിംഗ്? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എന്താണ് ഇത് പെട്ടെന്ന് വന്നതല്ല, അറിയാതെ വന്നതല്ലേ. അപ്പൊ മിസ് പറഞ്ഞു നോക്ക് വന്നിട്ട് റിസൾട്ട് പറഞ്ഞു. അപ്പോഴൊന്നും റിസൾട്ടാ നമുക്ക് അറിയില്ല, ജസ്റ്റ് സ്കോർ കാർഡ് വന്നത് അറിയില്ലല്ലോ. പിന്നെ ഒന്നാമത്തെ റിസൾട്ട്, അപ്പൊ പിന്നെ ആകെ അത്രയും മാർക്ക് അൽഹംദുലില്ല. പിന്നെ ഉമ്മനോട് ഇപ്പൊ എല്ലാവരും ഹാപ്പി. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു ക്ലാസ് റൂമിലേക്ക് പോവാണ് അല്ലെ? വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ പണ്ട് കണ്ട സ്വപ്നം നടക്കാൻ പോവാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു ഡോക്ടറായിട്ട്, നാളെ ലോകം അറിയുന്ന ഏറ്റവും നല്ല ഡോക്ടറായിട്ട് നജിതക്ക് മാറാൻ കഴിയട്ടെ. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ത്രൂ ഔട്ട് ആയിട്ട് ഇനിയും നമ്മുടെ സൈലത്തിന്റെ ഒരു സപ്പോർട്ട് നജിതക്ക് ഉണ്ടാവും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.